ഫിസിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണോ? ഫിസിക്സിലെ പ്രോബ്ലം ആണോ നിങ്ങളുടെ പ്രോബ്ലം? വിഷമിക്കണ്ട, കറക്റ്റ് സ്ഥലത്താ. എങ്ങനെയാ ഫിസിക്സ് പഠിക്കണ്ടേ? ആദ്യം നമ്മൾ തിയറി നന്നായിട്ട് പഠിക്കണം, വേണ്ടേ? വേണം. അത് കഴിഞ്ഞിട്ടോ ഭയങ്കര പ്രോബ്ലംസാ. എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാ? അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? 3 സ്റ്റെപ്പുകൾ നമ്മൾ നന്നായിട്ട് നോക്കണം. 1, എന്താണ്? തിയറി നന്നായിട്ട് പഠിക്കുക. തറോ വിത്ത് യുവർ തിയറി. തിയറി നന്നായിട്ട് പഠിക്കുക പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചാൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? ആ ഇക്വേഷൻസ് പഠിക്കണം. അതിന്റെ കൂടെ എന്ത് വേണം? അതിന്റെ തിയറി നന്നായിട്ട് അറിയണം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ? MCQ ആണ് അല്ലെ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ തിയറി നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, മിറർ ഇക്വേഷൻ നമുക്കറിയാം. എന്താ? 1/f = 1/u + 1/v. ഇതില് ഇക്വേഷൻസ് നന്നായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ കാണാപ്പാഠം തന്നെ പഠിക്കുക. അതിലെ ഓരോ ടേംസും നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, 1/f-ല് f എന്താണ്? ഫോക്കൽ ലെങ്ത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ടു ദ ഫോക്കസ്. ഫോക്കൽ ലെങ്ത് എന്താണെന്ന് നമ്മൾ അറിയുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് വേണം? അതിന്റെ SI യൂണിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയണം. ദാറ്റ് മീൻസ് ഒരു ഇക്വേഷൻസിലെ എല്ലാ ടേംസിനെ പറ്റിയിട്ടും നമുക്ക് കൃത്യമായ ധാരണ വേണം, അതിന്റെ SI യൂണിറ്റ് ഇൻക്ലൂഡ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ്. ഇക്വേഷൻസും തിയറിയും നന്നായിട്ട് അറിയുക. രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? ബേസിക് മാത്തമാറ്റിക്കൽ സ്കില്ല് വേണം, വേണ്ടേ? യെസ്, അത് നമുക്ക് അറിയണം, അല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അതായത് ബേസിക് ആയിട്ടുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രോബ്ലത്തിന് അതിൻ്റെതായ രീതിയിൽ ചെയ്ത് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ്, അതെന്താ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് അല്ലെ? അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് അതിന്റെ കീ പോയിന്റ്. പ്രാക്ടീസ് ചെയ്ത് 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 അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ചെയ്യാൻ നമുക്ക് പറ്റണം. ഫിസിക്സിൽ പ്രോബ്ലംസിന്റെ പ്രാധാന്യം വളരെയേറെയാണ് അല്ലെ? ഇപ്പോ നമ്മൾ +1 +2 കഴിഞ്ഞാലും കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതിൽ പ്രോബ്ലംസ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ സ്പീഡ് കൂട്ടണമെങ്കിൽ പ്രോബ്ലംസ് വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക തന്നെ വേണം. അതിനുവേണ്ടി നമ്മളൊരു സീരീസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്താ ഉദ്ദേശിക്കുന്നത് ആ സീരീസിലെന്നറിയോ? അതായത് നമ്മുടെ ഫിസിക്സിലെ സ്റ്റേറ്റ് സിലബസും CBSE സിലബസിലും ഉള്ള 10th, +1, +2-ലെ ന്യൂമറിക്കൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ? ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരുപാട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ ഓരോന്നോരോന്നായി ചെയ്ത് കൃത്യമായി മനസ്സിലാക്കും. കൂടാതെ അതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസും 10 ഇയേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഏത് ക്വസ്റ്റ്യൻ നമ്മുടെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ വില്ലിംഗ് ആണ് അല്ലെ? കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാണ്, പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പ്രോബ്ലംസിന്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലമും ഇല്ല. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സീരീസ് തുടങ്ങുകയാണ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരും കൂടെ പോന്നോട്ടെ, നമുക്ക് തുടങ്ങാന്നേ.